നമുക്ക് ഇതിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പമ്പും ഇഞ്ചക്ടറും എല്ലാം ഇളക്കി സർവീസ് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച് മുറുക്കിയിട്ട് ഈ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ ഭീമമായൊരു ചിലവ് നമ്മളെ കയ്യിൽ നിന്ന് വരും. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേർക്കും സ്വാഗതം. XUV 500 ഈ ഒരു വണ്ടിയുടെ പ്രശ്നമാണ് നമ്മളിന്ന് വീഡിയോ ആക്കാൻ പോകുന്നത്. സംഭവം വേറൊന്നുമല്ല, ഈ ഒരു വാഹനം ഓട്ടത്തിൽ ഇതുപോലെ വാർണിംഗ് ലൈറ്റ് കത്തിയിട്ട് ഇതിൽ ഈ കാണുന്ന പോലെ തന്നെ ഒരു കോഡ് വരും. ആ ഒരു കോഡിൻ്റെ പ്രശ്നം ഇതുപോലെയാണ് വരുന്നത്. ഈ വിഷയങ്ങൾ എന്തുകൊണ്ടൊക്കെ വരാം, കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പൊതുവേ ഇതിൻ്റെ ഇഞ്ചക്ടർ ഓവർഫ്ലോ കൂടുക, അതല്ലാന്നുണ്ടെങ്കിൽ ഹൈ പ്രഷർ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വിഷയം വരിക, ഇതിൻ്റെ കോമൺ റെയിൽ പ്രഷർ സ്വിച്ചിന് എന്തെങ്കിലും പ്രശ്നം വരിക, അതല്ലാന്നുണ്ടെങ്കിൽ ടാങ്കിലോ അതല്ല എയർ ഫ്യൂൽ ഫിൽറ്ററിലോ ഏതെങ്കിലും രീതിയിൽ അടവോ മറ്റോ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം ഇത്തരത്തിൽ കോഡ് കാണിക്കാറുണ്ട്. ഇത് നമുക്ക് പല രീതിയിൽ അനാലിസ് ചെയ്യാൻ പറ്റും. അതായത് വണ്ടിക്ക് സ്റ്റാർട്ടിംഗ് ട്രബിളും മറ്റു കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഡീസൽ വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ റെയിലിൻ്റെ ഭാഗം, അതുപോലെ തന്നെ പമ്പിൻ്റെ ഭാഗം, ഇഞ്ചക്ടറിൻ്റെ ഭാഗം, ഇത്രയും കാര്യങ്ങൾ നോക്കാം. അതേസമയം ഓട്ടത്തിൽ വാർണിംഗ് ലൈറ്റ് വന്നിട്ട് വണ്ടി ഓഫാകുകയല്ല, വണ്ടി ലിംബ് മോഡിൽ പോകുന്ന പോലെ, അതായത് ലിംബ് മോഡിൽ 2000 RPM ആ രീതിയിലല്ല, ഇത് ഒരു പിക്കപ്പിന് ചെറിയൊരു കുറവ് വരുന്ന പോലെ തോന്നും. വാർണിംഗ് ലൈറ്റ് വരും, വണ്ടി ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ അപ്പോൾ തന്നെ ആ ഒരു വാർണിംഗ് ലൈറ്റ് പോകും. അത്തരത്തിലുള്ള വിഷയമാണെങ്കിൽ ഇത് ഓട്ടത്തിൽ ഇടയ്ക്ക് മാത്രമാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വണ്ടിയുടെ ടാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനർത്ഥം, ഞാനിപ്പം പറയുന്നതിനർത്ഥം വണ്ടിയുടെ പമ്പിനോ ഇഞ്ചക്ടറിനോ അല്ലെങ്കിൽ കോമൺ റെയിലിനോ പ്രസവിച്ചിനോ ഒന്നും പ്രശ്നം വരുത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ വിഷയമല്ല എന്നുള്ളതല്ല. പക്ഷേ ആദ്യം ഇത്തരം സാഹചര്യങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത് ഇതിൻ്റെ ഡീസൽ ഫിൽറ്ററും അതുപോലെ തന്നെ ടാങ്കും. ഈ ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന അടവും, ഇതിൻ്റെ ടാങ്ക് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു പ്രത്യേക ടൈപ്പ് ടാങ്കാണ്. ടാങ്കിൻ്റെ ഉള്ളിലുള്ള ഫിൽറ്ററിൻ്റെ ആ ഒരു അടവോ അതല്ലാന്നുണ്ടെങ്കിൽ ആ ടാങ്കിൽ നിന്ന് കൃത്യമായിട്ട് ഡീസൽ പമ്പിലേക്ക് എത്താനുള്ള തടസ്സമോ ഉള്ളത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. തടസ്സമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തടസ്സമായിരിക്കത്തില്ല, അഴുക്ക് കയറി അടിഞ്ഞ് ഇരിക്കുന്നൊരു സംഭവമായിരിക്കും. നമുക്കെന്തായാലും ഈ ഒരു വണ്ടിയുടെ സംഭവ വികാസങ്ങളിലേക്കൊന്ന് കിടക്കാം. അപ്പം നമ്മൾ ഈ XUV 500 ടാങ്ക് ഇളക്കി കാത്തു വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്, അതിനകത്ത് അഴുക്കുണ്ട്, അത് കൺഫേം ആണ്. അത് നിങ്ങളെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം എന്നുള്ളൊരു ഇതിലാണ് ഇത് നോക്കുന്നത്. ഈ ടാങ്ക് ഇനിയിപ്പം അതെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഓടിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റൂ. അതായത് നമ്മൾ പമ്പും ഇഞ്ചക്ടറും എല്ലാം ഇളക്കി സർവീസ് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച് മുറുക്കിയിട്ട് ഈ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ ഭീമമായൊരു ചിലവ് നമ്മളെ കയ്യിൽ നിന്ന് വരും. എനിക്ക് ഇതുപോലെ മുൻപ് അനുഭവം വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, ഇതിൻ്റെ ടാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇതുപോലെ അടവോ പ്രശ്നമോ ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം മറ്റ് ഭാഗങ്ങളിലേക്ക് പോവുക. അതേസമയം സ്റ്റാർട്ടാകുന്നില്ല, സ്റ്റാർട്ടിങ് ട്രബിളാണ്, വണ്ടിയിൽ ഡീസൽ പ്രോപ്പറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇഞ്ചക്ടർ, കോമൺ റെയിൽ, പ്രഷർ സ്വിച്ച്, പ്രഷർ പമ്പ്, ഇത്തരം ഭാഗങ്ങളിലോട്ട് കിടക്കാം. നിങ്ങളൊരു ഫ്യൂൽ ടാങ്കിൻ്റെ ഷേപ്പ് ചെക്ക് കണ്ടോ? ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ 2 അറകൾ പോലെയാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് നോക്കിയാണെങ്കിൽ മനസ്സിലാവാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് ഒരറയും അപ്പുറത്തൊരു ഭാഗത്തായിട്ട് മറ്റൊരറയും. അവിടെ തന്നെ 2 ഫ്ലോട്ട് യൂണിറ്റ് വരുന്നുണ്ട്, 2 ഫ്ലോട്ട് യൂണിറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൽ ഫീഡ് പമ്പ് വരുന്നില്ല, ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫീഡ് പമ്പ്, ഇലക്ട്രിക്കൽ ഫ്യൂൽ ഫീഡ് പമ്പ് ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് നമ്മളെ വണ്ടിയുടെ ഹൈ പ്രഷർ പമ്പ് തന്നെയാണ്. ഹൈ പ്രഷർ പമ്പിൽ തന്നെയുള്ള യൂണിറ്റാണ് ഇതിൻ്റെ ഫ്യൂവലിനെ സക്ക് ചെയ്ത് എത്തിക്കുന്നത്. ഇപ്പം ഒരു ലിഫ്റ്റ് പമ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്, എയർ എടുക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മൾ ഡീസൽ ഫിൽറ്റർ മാറുന്നുണ്ട്, ആ സമയത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്തായാലും ഇതിൻ്റെ ഈ ഇളക്കി വെച്ചേക്കുന്ന യൂണിറ്റുകളുടെ അവസ്ഥ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതിൽ 2 ഫ്ലോട്ടിംഗ് യൂണിറ്റാണ് വരുന്നത്. ഇവിടെ ഒന്ന്, അവിടെ ഒന്ന്. ഇത് രണ്ടും എപ്പോഴും മീറ്റർ ചെയ്തുകൊണ്ടിരിക്കും എത്രയാണ് ഇതിൽ വർക്കാകുന്നത്. ഈ ഫ്ലോട്ടിംഗ് യൂണിറ്റൊക്കെ കംപ്ലൈൻറ്റ് ആകുമ്പോഴേ എന്തെങ്കിലും വിഷയം വരുമ്പോഴോ സാധാരണ ഈ ഒരു ടാങ്കിൻ്റെ അകത്ത്, ടാങ്കിൻ്റെ അകത്തല്ല, നമ്മൾ മീറ്ററിൻ്റെ അകത്ത്, ക്ലസ്റ്റർ ബോർഡിൻ്റെ അകത്ത് ആ ഒരു നമ്മൾ ഗേജ് കാണിക്കുന്നുണ്ട്, ഡിജിറ്റൽ കട്ടാട്ടാണ് വരുന്നത്. അതിങ്ങനെ കത്തിയും മണങ്ങും, അല്ലെങ്കിൽ വന്നും പോയും നിൽക്കുക, അല്ലെങ്കിൽ തീർന്നും കാണിച്ചിപ്പം 2 ടണ്ടെന്ന് വിചാരിച്ചു, അത് കട്ടകളും വന്നും നിൽക്കും. നമുക്കിത് ജസ്റ്റ് ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇത് ഓൾറെഡി ഇളക്കി വെച്ചേക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഉള്ള അവസ്ഥ ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതങ്ങോട്ട് ഇളക്കി നോക്കുമ്പോൾ അവസ്ഥ ഇങ്ങനെയാണ്. ഇതെന്താ അടവുണ്ട്, നല്ല രീതിയിലുള്ള അടവുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫുള്ളും ചെളി പോലെ കെട്ടി നിൽപ്പുണ്ട്, കണ്ട. ഇനി ഈ ഒരു യൂണിറ്റ് കൂടെ ഇളക്കിയെടുക്കണം. അതിന് മുമ്പായിട്ട്
ഈ ഒരു ഭാഗം നമുക്കൊന്ന് ഊരി വിടണം. എന്തായാലും നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ഈ ഫിൽറ്റർ ഇളക്കിയെടുക്കാം. ഈ ഫിൽറ്റർ വഴി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത സൈഡിലുള്ള ഫ്ലോട്ടിങ് കൊണ്ട് ഇതാ ഇവിടെയാണ് വരുന്നത്. ഇതേ കണക്ക് കമ്പി കണക്ക് ഒരു സ്റ്റിക്ക് കണക്കാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തൂടെയാണ് ഈ ഒരു ടാങ്കിൽ നിന്ന് ഈ വരുന്ന ടാങ്കിൽ നിന്ന് അകത്തോട്ട് ഈ ഒരു ഡീസലിനെ വലിക്കുന്നത്. ഈ ഒരു പൈപ്പിൻ്റെ ഭാഗത്തോട്ട് നോക്കിയാൽ ഇവിടെയൊക്കെ ആയിട്ട് ബ്ലാക്ക് ആയിട്ടിരിക്കുന്നുണ്ടോ, ഇതൊക്കെ അഴുക്കാണ്. ഇനിയിപ്പോൾ അതൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. ഒന്ന് എയറൊക്കെ അടിച്ച് വൃത്തിയാക്കി എടുക്കണം. കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലുള്ള കച്ചറ ഉണ്ടോ, ഇത് കണക്ക് ഉള്ളിൽ കച്ചറയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫിൽറ്ററിൻ്റെ ഭാഗത്തായിട്ടും അടവുണ്ട്. എല്ലാം ഒന്ന് നമുക്ക് അടിച്ച് വെച്ച് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം അടിച്ച് തേച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിലോട്ട് നോക്കിക്കോ, നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗമെല്ലാം, അതിൻ്റെ ഫിൽറ്റർ വരുന്ന ഭാഗമെല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത്, ഈ ലൈനും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത്, ഇതിൻ്റെ ഇടയിലുള്ള ലൈനും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിനി ഇതെല്ലാം കൂടി എടുത്ത് സെറ്റ് ചെയ്തോ വണ്ടിയുടെ അടിയിലോട്ട് കയറി സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ വീഡിയോ കാര്യമായിട്ട് എടുക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ വെട്ടം കുറവാണ്. ഇപ്പോൾ ഞാനൊരു ലൈറ്റ് വാങ്ങിച്ചത് അത്ര ക്വാളിറ്റി ഇല്ല. അതുകൊണ്ട് തൽക്കാലം വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അഥവാ കംപ്ലയിൻറ്റ് മാറിയില്ലെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു അറിയിപ്പ് തരാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഡീസൽ ഫിൽറ്റർ കൂടെ മാറാനുള്ള പരിപാടിയിലാണ്. എന്തായാലും നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാ വണ്ടി ഓടിച്ചു നോക്കി കൊണ്ടുവന്നു. ഒരു 20-22 കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ട്. വണ്ടിക്ക് ഇതുവരേക്കും വാർണിംഗ് ലൈറ്റ് എത്തിയോ പ്രശ്നമൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ പമ്പോ ഇഞ്ചക്ടറോ ഇളക്കേണ്ടി വരില്ല എന്നുള്ളത് വിശ്വസിക്കാം. അപ്പോൾ എന്തായാലും ഇത് കസ്റ്റമർ കൊണ്ടുവന്ന് കുറച്ച് ഉപയോഗിച്ച് നോക്കട്ടെ. അത് കഴിയുമ്പോൾ അറിയാം എന്നതാ സംഭവം എന്നുള്ളത്. കസ്റ്റമർ സാധാരണ ഇതിപ്പം ഞാൻ കംപ്ലയിൻറ്റ് നോക്കാൻ വേണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ആയപ്പം തന്നെ വാർണിംഗ് ലൈറ്റ് കാണിച്ചായിരുന്നു. പിന്നെ വണ്ടി പണിയാനായിട്ട് കയറ്റുന്നതിന് മുമ്പും ഇറക്കി ഓടിച്ചു നോക്കിയൊരു 8 കിലോമീറ്റർ 7 കിലോമീറ്റർ അടുപ്പിച്ച് തന്നെ വീണ്ടും കാണിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഹൈവേയിലൊക്കെ കാലുകൊടുത്തൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പ്രശ്നമൊന്നും കാണിച്ചിട്ടില്ല. എന്തായാലും നിങ്ങളുടെ ഇത്തരത്തിലുള്ള വാഹനവുമായിട്ട് അല്ലെങ്കിൽ ഇത്തരം കംപ്ലയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്ന എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.